ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തായ്വാൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തായ്വാൻ അധിനിവേശത്തിന് ശേഷം ചൈന മറ്റേതൊക്കെ രാജ്യങ്ങളെയാവും ലക്ഷ്യമിടുക? ഈ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. തായ്വാനെ പിടിച്ചെടുത്താലും ചൈന അധിനിവേശം തുടരുമെന്നാണ് തായ്വാൻ പ്രസിഡന്റ് പറയുന്നത്. തായ്വാൻ അധിനിവേശത്തോടെ ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം തകരുമെന്നും ലായ് ചിങ് തെയ് മുന്നറിയിപ്പ് നൽകുന്നു. ഏഷ്യ പസഫിക് മേഖലയിലെ മറ്റ് രാജ്യങ്ങളാകും ചൈനയുടെ അടുത്ത ലക്ഷ്യം. ജപ്പാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയുടെ അടുത്ത ഇരകളാകും. AFPക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നിവയ്ക്ക് പുറമെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും വരെ എത്തുമെന്നാണ് തായ്വാൻ പ്രസിഡന്റിൻ്റെ മുന്നറിയിപ്പ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തൻ്റെ സൈനിക ജനറൽമാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നു. ഈ നടപടിയെ ലായ് ചിങ് തേ അസാധാരണമായ സാഹചര്യമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് തായ്വാൻ അധിനിവേശ പദ്ധതികളെ ബാധിച്ചേക്കാമെന്നും തായ്വാൻ പ്രസിഡന്റ് പറയുന്നു. എന്നാൽ രാജ്യം എപ്പോഴും ജാഗ്രതയോടെ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനീസ് കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ തായ്വാൻ പാർലമെന്റ് $40 ബില്യൺ അധിക ബജറ്റ് ഉടൻ അംഗീകരിക്കും. അമേരിക്കയിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാനാണ് ഈ തുക വിനിയോഗിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ചും തായ്വാനെ കൂട്ടിച്ചേർക്കുമെന്നാണ് ചൈന പറയുന്നത്. സമീപകാലത്ത് തായ്വാന് ചുറ്റും സൈനികാഭ്യാസം ചൈന ശക്തമാക്കിയിരിക്കുകയാണ്. ഫിലിപ്പീൻസുമായും ജപ്പാനുമായും നിലവിൽ ചൈനയ്ക്ക് തർക്കങ്ങളുണ്ട്. അതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഏപ്രിലിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വർഷം അവസാനം ഷീ ജിൻപിങ് US സന്ദർശിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഞാൻ ഏപ്രിലിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സന്ദർശിക്കും. അദ്ദേഹം ഈ വർഷം അവസാനം അമേരിക്കയിലേക്ക് വരുന്നുണ്ട്. ഞാൻ അതിനായി കാത്തിരിക്കുകയാണ്. ചൈനയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ വളരെ മികച്ചതാണ്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ യാത്രയുടെ കൃത്യമായ തീയതികൾ ട്രംപ് വെളിപ്പെടുത്തിയില്ല.